അപ്പോ cheers. Cheers. എത്ര നാളായടാ നമ്മൾ ഇതിലൊന്ന് കൂടിയിട്ട്. എന്തായാലും ഇന്ന് അടിച്ചു പൊളിച്ചൊരാഘോഷം. ഓ ഷുവർ. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന്റെ സന്തോഷം നമ്മൾ ഇന്ന് തകർത്താഘോഷിക്കും. പൂർവാധികം ഭംഗിയായി. ഒരു തുള്ളി അകത്താക്കാതെ അടി എണ്ണെ കുറച്ചുനാൾ അകത്ത് കിടന്നപ്പോ ശരിക്കും കൊതിച്ചതാ. ദാ ഇതുപോലെ ഇങ്ങനെ ചുറ്റും ഇരുന്ന് ഓരോ സിപ്പ് സിപ്പായിട്ട്. പക്ഷേ അന്നെല്ലാം ജീവിതത്തിന്റെ കറുത്ത മുഖമാ ഞാൻ കണ്ടത്. കാണാൻ വേണ്ടി കണ്ടതല്ല, കാണിച്ചു തന്നതാ എനിക്ക്. വിട്ടുകളാടാ. നെവർ. അങ്ങനെ വെറുതെ വിട്ടുകളഞ്ഞാൽ ഞാൻ അലക്സാണ്ടർ പേട്ടയുടെ മകനല്ലാതാവും. എന്തായാലും എല്ലാത്തേന്നും പുല്ലുപോലെ ഉരി പോന്നില്ലേ, അത് മതി നമുക്ക്. പക്ഷേ എതിർഭാഗം വക്കീലെന്ന് പിടിമുറുക്കിയിരുന്നെങ്കിൽ ഊരി പോരില്ലായിരുന്നു. കിടന്നേനെ ശിഷ്ടാകാലം ജയിലില്. ഏത് തെണ്ടിയാ ആ വക്കീലിനെ ഏർപ്പാട് ചെയ്തെന്ന് അറിഞ്ഞോ? ഇല്ല, കൃത്യമായൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഒരു സംശയം, ആ പ്രൊഫസറെ. അയാളത് ചെയ്യൂടാ. എന്തുകൊണ്ട് ചെയ്യില്ല? എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ജയിലിൽ കയറ്റാൻ അയാൾ കാണിച്ച ഉത്സാഹം പിന്നീട് എന്നെ വെറുതെ വിടുമെന്ന് അറിയുമ്പോ ഇല്ലാതാവില്ലല്ലോ. എന്നാലും പറഞ്ഞല്ലോ, ഒരു സംശയമാണ്. അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടൊക്കെ ഡാഡി ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ. കട്ടായി. കരുണേട്ടനാ? ആ, എന്നിട്ട് പറ, വേറെന്തൊക്കെ ഈ ഭൂമിയിലെ വിശേഷങ്ങൾ? ഹലോ 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 ഹലോ. ആ, വീണ്ടും. എന്താടാ ഇവിടെ റേഞ്ചില്ലേ? ഈ കാട്ടുമുക്കിൽ എവിടെ റേഞ്ച് കിട്ടാനാ? ഓഫ് ചെയ്ത് വെക്കടാ. ശേ, കരുണേട്ടനെ കിട്ടുന്നില്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും. അത്ര അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ വെള്ളം അടിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ദൂരേക്ക് വന്നത്? ഇതൊക്കെയല്ലടാ ഒരു രസം. എന്നും ടൗണിലെ ബാറും വീട്ടിലെ മുറിയും ബോറ്. ഹലോ ഹലോ ഹലോ. അതിങ്ങട് ഇതിനി ഓഫായിട്ടിരിക്കട്ടെ. നോയിസൻസ്. എടാ, എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ കരുണേട്ടൻ എന്നെ വിളിക്കില്ല. നമുക്ക് തിരിച്ചു പോയാലോ? പോടാ, ഇത്രയും ദൂരം വന്നിട്ട് ഒന്ന് ആഘോഷിക്കാതെ തിരിച്ചു പോകാനോ? നാളെ രാവിലെ നമ്മൾ പോകുന്നുള്ളൂ. അത് മതിയടാ, രാവിലെ പോവാം. ഓക്കെ, എങ്കിൽ ഒഴിച്ചോ മക്കളെ. രാവിലെ എങ്കിൽ രാവിലെ.
വെറുതെ സമയം മെനക്കെടുത്ത്. നല്ല തലവേദന. അതങ്ങനെ കയറ്റുമ്പോ കുറച്ച് കയറ്റണം. ഒരു ഫുൾ ഒറ്റയ്ക്ക് വിഴുങ്ങണമെന്നായിരുന്നല്ലോ വാശി. ഒന്ന് പോളാ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. വ്യവസായ പ്രമുഖൻ അലക്സാണ്ടർ പേട്ട കൊല്ലപ്പെട്ടു. മോനെ വില്യം, രാത്രി മുഴുവൻ നിന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. റേഞ്ച് ഇല്ലായിരുന്നു. ഞാൻ അറിഞ്ഞത് സത്യമാണോ? അതെ, ഡെഡ് ബോഡി സ്പോട്ടിൽ തന്നെയാ. പോലീസിന്റെ ഫോർമാലിറ്റീസ് കഴിയാത്തോണ്ട് മാറ്റിയിട്ടില്ല. എന്താടാ എന്താടാ? തലക്ക് വട്ട വണ്ടി എടുത്ത മാറ്റാൻ പറയും സാർ. സാർ, ആരാണ് കൊല നടത്തിയത് എന്നതിന് എന്തെങ്കിലും സൂചന? അന്വേഷണം തുടങ്ങാതെ എന്ത് സൂചന തരാൻ? സാർ, സംഭവം നടന്ന് ഇത്രയും നേരമായിട്ടും ബോഡി പോലും എടുത്തു മാറ്റാൻ കഴിയാത്തത് പോലീസിന്റെ അനാസ്ഥ കൊണ്ടല്ലേ? പോലീസിന് അവരുടേതായ ഫോർമാലിറ്റീസ് ഉണ്ട്. വ്യക്തമായ തെളിവെടുപ്പിന് സമയം ആവശ്യമാണ്. പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ സാധ്യതയുണ്ടോ? ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കട്ടെ, എന്നിട്ടല്ലേ അതൊക്കെ പറയാൻ പറ്റൂ. പോലീസിന് വിവരം അറിയിച്ചത് ആരാണ് സാർ? നൈറ്റ് പെട്രോളിംഗിലെ പോലീസുകാർ കണ്ടെത്തുകയായിരുന്നു. വില്യമിന്റെ വിവരം വല്ലതും? ഇപ്പൊ വിളിച്ചിരുന്നു, ഉടനെ എത്തും.
സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. വില്യം, കൺട്രോൾ ബോഡി എടുക്കാൻ പോകാം. ടേക്ക് കെയർ. മോനെ വില്യം, എന്താടോ? സാർ ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. ഹലോ, സർക്കിൾ ഇൻസ്പെക്ടർ വിശ്വനാഥൻ ഹിയർ. സർ, ഹൂ സർ? ശവസംസ്കാരം കഴിഞ്ഞ് ഞാൻ ഇപ്പം എത്തിയതേ ഉള്ളൂ. ഇല്ല സർ, വ്യക്തമായ സൂചനകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഷുവർ സർ, ഇന്ന് തന്നെ ചെയ്യാം സർ. ഓക്കെ സർ. സാർ, എന്താടോ? ഒരു പരാതി തരാൻ വന്നതാ. എന്റെ ഭാര്യ കല്യാണി ഇന്നലെ മുതൽ കാണാനില്ല. കാണാനില്ലേ? ഇല്ല. എന്നിട്ട് താഴെ ഇതുവരെ അന്വേഷിച്ചില്ലേ? അറിയാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, പക്ഷെ എങ്ങും എത്തിയിട്ടില്ല. ഇന്നലെ എപ്പം മുതലാണ് കാണാതായത്? ഏകദേശം ഒരു 4 മണിയായി കാണും. ഇന്നലെ രാത്രി അലക്സാണ്ടർ പേട്ട കൊല്ലപ്പെട്ട വിവരം എനിക്കറിയാവോ? ഉവ്വ്, അറിഞ്ഞു സാർ. അയാളോട് തന്റെ ഭാര്യ കല്യാണിക്ക് മുൻ വൈരാഗ്യമുള്ളതായിട്ട് എനിക്കറിയാവോ? അറിയാം. ഹലോ, ആ സാർ. യെസ് സാർ. താഴൊരു കാര്യം ചെയ്യും, വിശദമായിട്ടൊരു പരാതി എഴുതി കൊടുത്ത് പൊക്കോളൂ, ഞാൻ അന്വേഷിക്കാം. സാർ. ഉവ്വ്, SP വിളിച്ചിരുന്നു സാർ. ഫ്യൂണറൽ കഴിഞ്ഞ് ഞാൻ ഇപ്പം എത്തിയതേ ഉള്ളൂ. FIR-ഉം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഞാൻ എത്തിച്ചേക്കാം സാർ. തരൂ. ചേഞ്ച് ഒന്നും വേണ്ട, ഇപ്പോഴുള്ള മരുന്നിനെ കണ്ടിന്യൂ ചെയ്താൽ മതി. പോട്ടെ മാഷേ. ഞാനിപ്പോ വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ, എന്താ ദേവയാനി? അച്ഛന്റെ കാര്യം. അച്ഛനൊരു കുഴപ്പമില്ല, വളരെ പെട്ടെന്ന് നോർമൽ സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി മരുന്നുകൾ തുടർന്ന ഹി വിൽ ബി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പിന്നെ ഒരു കാര്യം ഇനി ആയാലും സൂക്ഷിക്കണം, ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കൂടിയാൽ അത് അപകടമാണ്. അതുകൊണ്ട് മനസ്സിന് വിഷമം തട്ടുന്ന ഒന്നും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ. ഇനി ഉടനെ ഡിസ്ചാർജ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. വെൽക്കം. ഈശ്വര,
എങ്ങോട്ടാ പോയേ? ഡോക്ടറെ ഒന്ന് കാണാൻ. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഉടനെ ഡിസ്ചാർജ് ചെയ്യാന്ന്. അല്ല, കല്യാണി വന്നില്ലേ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അമ്മേ, ഇയാളെന്തിനാ കരയുന്നേ? അത് അച്ഛന്റെ ഈ അവസ്ഥ കണ്ടിട്ടുള്ള സങ്കടം കൊണ്ടാവും. തൻ്റെ ഒരു കാര്യം, എല്ലാം ഭേദമായി എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? പിന്നെന്തിനാ പേടിക്കുന്നേ? എനിക്ക് കല്യാണിമോള് വന്നിട്ട് ശരിക്കൊന്ന് കാണാനോ സംസാരിക്കാനോ പറ്റിയില്ല. എപ്പോഴും ഓടി ഓടി വരാവുന്ന അവസ്ഥയല്ലല്ലോ അവളുടേത്. അച്ഛാ, വെറുതെ അതൊന്നും ഓർത്ത്. ഇല്ല മോളെ, അച്ഛനൊന്നും ഓർക്കുന്നില്ല. ഓർമ്മിക്കാനുള്ള കഴിവ് ഏറ്റവും വലിയ ശാപമെന്ന് ചിലപ്പോൾ തോന്നും. വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുന്ന മനസ്സ്. പറഞ്ഞ് ഇനി ആ വിഷയത്തിലേക്ക് എത്തും. മതി. എന്തായാലും കല്യാണിയോട് ഒന്നുകൂടെ ഇങ്ങോട്ട് വരാൻ പറയണം. പറയാം. ഇവളുടെ ഒരു കാര്യം. എന്താ അമ്മ ഇത്? ഒന്നും അച്ഛനെ അറിയിക്കരുതെന്ന് അറിഞ്ഞൂടെ? അച്ഛൻ പെട്ടെന്ന് ചോദിച്ചപ്പോ. സാരമില്ല, അമ്മ വന്നേ. അച്ഛനെന്തോ സംശയമുള്ളതുപോലെ. കല്യാണിക്ക് എപ്പോഴും വരാൻ പറ്റില്ലെന്ന് എന്താ അച്ഛൻ പറഞ്ഞത്? അച്ഛനെല്ലാം അറിയാം. ചേച്ചി തന്നെ ഫോണിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വിഷമിക്കുമല്ലോ എന്നോർത്ത് എന്നോടൊന്നും പറയാതെ സ്വയം സഹിക്കുക. പാവം. ഇനി അമ്മ ഇതൊക്കെ ചോദിച്ച് അച്ഛനെ വെറുതെ വിഷമിപ്പിക്കരുത്. അച്ഛന് മുമ്പ് വെച്ച് കരയും ചെയ്യരുത്. ഇല്ല. എന്നാലും എന്റെ കുഞ്ഞ് അവളെവിടെയായിരിക്കും? ഈശ്വര, ഒരാപത്തം വരുത്തല്ലേ. ചേച്ചിക്കൊന്നും വരില്ല. ഒന്നും വരില്ലമ്മ. എന്താ അളിയത്? കല്യാണി ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞൂടെ? ആര് പറഞ്ഞു ഇവിടെ ഇല്ല? എന്താ അളിയാ? എവിടെ കല്യാണി? നിന്റെ ചേട്ടത്തി എവിടെയാണ്? അതേ വേണം, ഞാൻ നോക്കാം. എന്താ അളിയത്? അങ്ങോട്ട് കിടത്ത്. കടാ ഇവിടെ. അളിയാ, വിഷമം തീർക്ക ഇങ്ങനെ അടിച്ച് ലോഡ് ആവരുത്, താങ്ങൂല. എന്തിന്റെ പേരിലായാലും ഏട്ടത്തി നമ്മളോട് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോ ഇതെല്ലാം ആൾക്കാരറിഞ്ഞ നാണക്കേടാ. അപ്പോ ഏട്ടത്തെ കാണാത്തതിലുള്ള വിഷമമല്ല നിനക്ക്, നാണക്കേടാ നിന്റെ പ്രശ്നം. എന്താ അവള് പറഞ്ഞത് ശരിയല്ലേ? നാണക്കേട് തന്നെയാ അന്തസ് അഭിമാനമുള്ള കുടുംബത്തിൽ പിറന്നവർക്ക്. അല്ലാതെ അവളെ പോലെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഇനിയിപ്പോ കുടുംബമഹത്വവും ജീവചരിത്രവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളെ കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്ക്. അളിയൻ ഇന്ന് ഒരുപാട് അലഞ്ഞ മട്ട.
എവിടെയൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ട്. ഇനി ആരുടെങ്കിലും കൂടെ ഒളിച്ചോടിയെങ്ങാനും പോയോ? പറയാൻ പറ്റില്ല, സ്വഭാവം അതാ. സുഖുവിനെ അവൾക്കത്ര ബോധിച്ചു കാണില്ല. യോജിച്ചാളെ കണ്ടുപിടിച്ച് അവസരം നോക്കി പോയതാവും. എവിടെ പോയാലും ഒരു ഗതിയും പിടിക്കില്ല നാശത്തിന്.